പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാനായിട്ട് CPM തീരുമാനിച്ചു. മന്ത്രിസഭ അനുമതി നൽകി. കഴിഞ്ഞ ദിവസം കൂടിയ LDF യോഗത്തിൽ വെച്ച് CPIയും ജനതാദളും ശക്തമായിട്ട് എതിർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPM നേതാക്കൾ പറഞ്ഞു പോയി പണി നോക്ക്, അവിടുന്ന് വേറെ വെള്ളമൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്തിനാണ് പിന്നെ ഈ മുന്നണി സംവിധാനം എന്ന് പറയുന്ന ഒരു നാടകം ഇവിടെ അരങ്ങേറുന്നത്? ബ്രൂവറിയുടെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ജനാധിപത്യ ക്രമീകരണത്തിൻ്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ബ്രൂവറിയിൽ അഴിമതിയുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റുള്ള വിഷയമാണ്. മാത്രമല്ല, മദ്യക്കമ്പനി തുടങ്ങണോ വേണ്ട എന്നുള്ളതിലൊന്നും താത്വികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കള്ളുകുടിക്കാമെങ്കിൽ പിന്നെ കള്ളുണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് മദ്യക്കമ്പനി തുടങ്ങുന്നതിൽ ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല. പക്ഷേ മദ്യക്കമ്പനി അവിടെ തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് സഖ്യകക്ഷികൾ നമ്മുടെ ശ്രദ്ധ, സമൂഹത്തിൻ്റെ ശ്രദ്ധയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. അതിലൊന്ന്, ഈ കമ്പനി വരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം നിരവധി ലക്ഷം യൂണിറ്റ് വെള്ളം അല്ലെങ്കിൽ ലക്ഷം ലിറ്റർ യൂണിറ്റ് വെള്ളം അവിടെ നിന്ന് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എവിടെ നിന്ന് എടുക്കും എന്ന് ചോദിച്ചാൽ അത് കുടിവെള്ള സ്രോതസ്സായിട്ട് ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ എലപ്പുള്ളി എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമത്തിൽ വലിയ തരത്തിൽ കുഴൽക്കിണർ പണിത് ഭൂമിയുടെ അടിയിൽ നിന്ന് ഭൂഗർഭജലം എടുക്കും. ഈ രണ്ട് രീതിയിൽ പോയി കഴിഞ്ഞാലും അത് വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഒന്ന്, ഈ പാലക്കാട് എന്ന് പറയുന്നതായിട്ടുള്ള ജില്ലയുടെ പൊതുസ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അതിന് ഒരു ഉണക്ക് ബാധിച്ച ജില്ലയാണ്. ഉഷ്ണക്കാറ്റെന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന പ്രദേശമാണ്. ഏതു സമയത്ത് വേണമെങ്കിലും മരുഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് പാലക്കാടിനെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. രൂക്ഷമാണ്. വെള്ളം എല്ലാ രീതിയിലും രൂക്ഷമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പനി വന്നാൽ അവിടെ നിന്ന് ഭൂഗർഭജലം അവർ ഊറ്റിയെടുക്കാനായിട്ട് തീരുമാനിച്ചാൽ ഭാവിയിൽ പാലക്കാടെന്ന് പറയുന്നത് ഒരു മരുഭൂമിയായിട്ട് മാറും. ഇതുകൊണ്ടാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് കൊക്കക്കോളക്കെതിരായിട്ടുള്ള വലിയ സമരം മൈലമ്മയെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നതും അവരെ അവിടെ നിന്ന് ഓടിച്ചതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അന്ന് VS അച്യുതാനന്ദനായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നിരുന്നത്. CPMൻ്റെ തന്നെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടമായിട്ടാണ് ആ പോരാട്ടത്തെ കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കണക്കാക്കി എടുക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ. ബ്രൂവറി വരുന്നതിൻ്റെ ഫലമായിട്ട് ഭൂഗർഭജലം ഊറ്റുകയാണെങ്കിൽ കൊക്കക്കോള എന്താണ് ചെയ്തത് അത് തന്നെയായിരിക്കും ബ്രൂവറി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആ രീതിയിൽ ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ CPM നേതാക്കൾ പറയുന്നത് അവിടെ വലിയ മഴ സംഭരണി സൃഷ്ടിക്കുമെന്നും അതിൽ നിന്ന് മാത്രമേ ജലം എടുക്കുകയാണ്. മഴ സംഭരണി ഉണ്ടാക്കാം, പക്ഷെ അതിൽ നിന്ന് മാത്രം ജലം എടുത്തുകൊണ്ട് മദ്യക്കമ്പനി നടത്താം എന്ന് വിചാരിച്ചാൽ അത് മലപ്പുഴക്കാരൻ്റെ സ്വപ്നം പോലെ ആയിത്തീരും. കാരണം എത്രമാത്രം കുറവ് മഴയാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് മഴ സംഭരണിയിൽ ആവശ്യമായിട്ടുള്ള ജലം സംഭരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൊളാസസ് പോലെയുള്ള സാധനം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് വരാവുന്ന പാരിസ്ഥിതിക പ്രശ്നം. മൊളാസസ് എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ഉൽപ്പാദനം നടത്താൻ പോകുന്നത് അരി, ഗോതമ്പ്, ബാർലി, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ മരച്ചീനി തുടങ്ങിയ സ്റ്റാർച്ച് ബേസ്ഡായിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് ആണ് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നിർമ്മിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉൽപ്പാദനം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന വലിയ മാലിന്യക്കുമാരുണ്ട്. വലിയ നാറ്റമായിരിക്കും, ആ പ്രദേശത്തെ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കൺവെർട്ട് ചെയ്യുന്നതിന് വേറൊരു വളക്കമ്പനി അവിടെ നിർമ്മിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഈ പാരിസ്ഥിതികമായ വലിയ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഭൂമിയെ ഉണക്കി മരുഭൂമിയാക്കുന്ന, മറ്റൊന്ന് ഭൂമിയെ മലീമസമാക്കി ജീവിക്കാൻ പറ്റാത്താക്കി മാറ്റുന്ന രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അത് വളരെ ശക്തമായിട്ട് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നിർദ്ദേശിക്കാതെ അവിടെ കമ്പനി തുടങ്ങാൻ അനുവദിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാജയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നമാണ് CPIയും അതേപോലെ തന്നെ ജനതാദളും ഉയർത്തുന്നത്. പക്ഷേ അത് കേൾക്കാനായിട്ട് CPM തയ്യാറില്ല. CPM പറഞ്ഞാൽ പോടേ, നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോകും എന്നാണ് പറയുന്നത്. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും, നിങ്ങൾ അനുസരിച്ചാൽ മതി, കൂടെ നിന്നാൽ മതി എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അടിമത്തം CPI സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് ഈ വെള്ളം ചൂഷണം ചെയ്ത് നമ്മൾ അനുവദിക്കാൻ പാടില്ല, സംസ്ഥാനത്തെ നിയമങ്ങളൊക്കെ ഇതിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് മയപ്പെടുത്തി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നത് ഞാനല്ലേ ഉറപ്പ് കൊടുത്തേക്കുന്നത്, എനിക്കറിയാം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലേ പാർട്ടി?
അല്ല, CPI ഒന്നില്ലെങ്കിൽ പ്രശ്നം കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് എന്താണ് CPM ചെയ്യാൻ പോകണമെന്ന് മനസ്സിലാക്കുക. അത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക, കൂടെ നിൽക്കുക. വെറുതെ ചൊറിഞ്ഞും മാന്തിയും ഇതിൻ്റെ കൂടെ നിന്നിട്ട് എന്താ കാര്യം? ഇവരടിമകളാണ് എന്ന് ആളുകൾ വിളിച്ചു പറയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുക. അല്ലെന്ത് പ്രസക്തിയായിരിക്കുന്നത്? ഒന്നിനും വളരെ ബോൾഡായിട്ട് കാര്യത്തിൽ നിൽക്കുക, ഒന്നിനെ അനുകൂലിക്കുക, അല്ലെങ്കിൽ എതിർക്കുക. ഇതിനിടയ്ക്കുള്ള ഈ അയഞ്ഞ കൊയഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് ആർക്കും സ്വീകാര്യമല്ല. CPIയുടെ അണികൾക്ക് പോലും സ്വീകാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. CPMൻ്റെ അടിമയായിട്ട് CPIയെ കെട്ടിക്കൊടുക്കുക അവരുടെ തൊഴുത്തിൽ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നല്ലതല്ല. പക്ഷേ പ്രശ്നത്തിൻ്റെ ഗൗരവാവസ്ഥയെന്നു വെള്ളം അവിടെ നിന്ന് എടുക്കുന്നില്ല ആർക്കും പ്രശ്നമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വെള്ളം നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ, വെള്ളം അവിടെ നിന്ന് എടുക്കുന്നില്ല എങ്കിൽ, ഭൂഗർഭജലം എടുക്കുന്നില്ല എങ്കിൽ ആർക്കും ഇതിനകത്ത് പ്രശ്നമില്ല. ഇവർ മദ്യനിർമ്മാണം നടത്തേണ്ടത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ജൈവ വസ്തുക്കൾ അതെടുക്കുന്നില്ലെങ്കിലും പ്രശ്നം കുറവായിരിക്കും. കാരണം അതെടുത്ത് കഴിയുമ്പോഴാണ് ഈ മലിനീകരണം എന്ന് പറയുന്നത് രൂക്ഷമായി തീരുക. അതിന് പകരമായിട്ട് ഇതിനെ സാങ്കേതികമായിട്ട് രാസപ്രക്രിയയിലൂടെ ഉള്ള നിർമ്മാണം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എത്തിലിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. എത്തിലിൻ അതിൻ്റെ ഫോർമുല തന്നെ CH2 എന്ന് പറയുന്നതാണ് എത്തിലിൻ എന്ന് പറയുന്നത്. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേല ആൽക്കഹോൾ കിട്ടും. ഇതേല ആൽക്കഹോളാണ് ഇവർ പറയുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആ ആൽക്കഹോൾ പിന്നീട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മദ്യമാണ് നിർമ്മിക്കേണ്ടത് അതിനനുസരിച്ച് കളർ കൊടുക്കുക. രണ്ടാമത് അതിന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ആ രീതിയിലൂടെയാണ് അത് നമുക്ക് റമ്മാക്കി മാറ്റാം, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിയോ അല്ലെങ്കിൽ വിസ്കിയോ ജിന്നോ എന്ത് വേണമെങ്കിലായിട്ട് അത് കൺവെർട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കാരണം ബേസിക്കലി അത് ഈതേൽ ആൽക്കഹോൾ എന്ന് പറയുന്ന പദാർത്ഥമാണ്. അപ്പോൾ അതിനെ പല രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. വോഡ്ക പോലെയുള്ള സാധനങ്ങൾ പോലും അങ്ങനെ യഥാർത്ഥത്തിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. കുടിയാന്മാരുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആൽക്കഹോൾ ഉപഭോഗിക്കുന്നതായിട്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ പറയുന്നത് അത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ തന്നെ നിർമ്മിച്ചാൽ ആണ് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കൽ പ്രക്രിയ. ഇപ്പോൾ നമ്മൾ വൈൻ കെട്ടാൻ വേണ്ടിയിട്ട് മുന്തിരി വാങ്ങിക്കുന്നു. അത് നമ്മൾ മുന്തിരി മധുരവും അതേപോലെ തന്നെ ഈ അതിനാവശ്യമായിട്ടുള്ള എൻസൈംസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പൊക്കെ മുളപ്പിച്ച് പൊടിച്ച് അതിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് കെട്ടിവെച്ച് 45 ദിവസം കഴിയുമ്പോഴൊക്കെ നമുക്കത് ആൽക്കഹോളായിട്ട് മാറും, വൈനായിട്ട് മാറും. അങ്ങനെ വൈൻ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്. രണ്ടുതരം എൻസൈംസാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതായി വർത്തിക്കുന്നത്. ഒന്ന് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം, മറ്റൊന്ന് സൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ആൽക്കഹോൾ നിർമ്മാണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ വേസ്റ്റ് വന്നുകൂടും. വേസ്റ്റ് വന്നുകൂടിക്കഴിഞ്ഞാൽ അതിന് വലിയ ദുർഗന്ധമാണ്. നേരത്തെ അതേപോലെ തന്നെ അവിടെ എന്താണ് ഡിസ്റ്റിലറി ഉണ്ടായിരുന്നതാണ് പാലക്കാട്. പാലക്കാട് ചിറ്റൂർ ഡിസ്റ്റിലറി ഉണ്ടായിരുന്നതാണ്. കരിമ്പായിരുന്നു പ്രധാനമായിട്ട് അവിടുത്തെ കൃഷി നടത്തിയിരുന്നത്. ആ കരിമ്പിൽ നിന്ന് നിർമ്മിക്കും. അപ്പോൾ കരിമ്പിൻ്റെ ചണ്ടി പഞ്ചസാര ഉൽപ്പാദനം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു മദർ ലിക്കറുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിനാണ് ഈ മൊളാസസ് എന്ന് നമ്മൾ പറയുന്നത്. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ മൊളാസസ് എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ കരിമ്പ് ആട്ടി അതിൻ്റെ ചണ്ടി പിണ്ടി സാധനങ്ങൾ അതൊക്കെ കൂടി ചേരുന്നതാണ്. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് കലക്കി ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി അതിനെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഈതേൽ ആൽക്കഹോളിലേക്ക് ഈ സാധനം കൊണ്ടുവരുന്നത്. പിന്നെ അതിനെ ഡിസ്റ്റിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്ന ഈ പ്യുവറായിട്ടുള്ള ആൽക്കഹോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ പാലക്കാട്ടെ CPIയുടെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞിരുന്നു ബ്രൂവറിയുമായിട്ടുള്ള നീക്കത്തിന് ഞങ്ങൾ എതിരാണെന്ന്. അപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നു ഞങ്ങൾ എതിരാണെന്ന്. അപ്പോൾ നേതാക്കളൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടത്തുള്ളൂ എന്ന് പിണറായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സംഘടന ശരിക്കും ഒരു അടിമത്വമല്ലേ? CPM എന്ന് പറയുന്ന വലിയേട്ടന് മുന്നിൽ അടിമയായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ ജില്ലാ സമ്മേളനങ്ങൾ CPM നടന്നുകൊണ്ടിരിക്കുന്നു. CPIയുടെ സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടക്കുന്നു. അപ്പോഴൊക്കെ ഈ പാർട്ടിയുടെ ബ്രാഞ്ച് തലങ്ങളിലോ അല്ലെങ്കിൽ ലോക്കൽ തലങ്ങളിലോ ഒക്കെ ശക്തമായിട്ട് CPMനെ എതിർത്ത് സംസാരിക്കാൻ പോലും പാർട്ടിയിലെ സഖാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. കാരണം അങ്ങനെ സംസാരിച്ചാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട, നമ്മൾ പോളണ്ടിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ യുഗോസ്ലാവിയയിൽ എന്ത് സംഭവിക്കുന്നു, ക്യൂബയിൽ എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതാണോ ഈ നാട്ടിൽ വേണ്ടത്? അല്ല, കുറേ കാലമായിട്ട് എല്ലാവരും തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരിഹസിക്കുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൻ്റെ അയൽവക്കത്തും ചുറ്റുപാടും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. യുഗോസ്ലാവിയയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പോളണ്ടിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പോളണ്ടിനെ കുറിച്ചൊന്നും മിണ്ടരുതെന്ന് പറയുന്നത് വലിയ തമാശയായിട്ട് കേരളത്തിൽ ഒഴിഞ്ഞു നടക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇവിടെ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് സമ്മേളനത്തിൻ്റെ സാധാരണ രീതി ആദ്യം അന്തർദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, പിന്നെ ദേശീയ രാഷ്ട്രീയം, അത് കഴിഞ്ഞ് സംസ്ഥാന രാഷ്ട്രീയം, അത് കഴിഞ്ഞിട്ട് പ്രാദേശിക രാഷ്ട്രീയം. അപ്പോൾ മിക്കവാറും ആദ്യത്തെ ഈ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴേക്കെല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും. പ്രാദേശിക രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയം ഒന്നും അതിനകത്ത് കാര്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള നേരം കിട്ടില്ല. 1.5-2 മണിക്കൂറോളം മിക്കവാറും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും നാഷണൽ പൊളിറ്റിക്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് അവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള സഹാക്കളൊക്കെ ബോധം കെടുത്തി
പിന്നെ ഒന്നും പറയണ്ടല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന രീതിയാണ് ഇവരുടെ സമ്മേളനങ്ങളിലും അതുപോലെ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ സാധാരണ നടന്നു വരുന്നത്. അതൊക്കെ തിരുത്തുക, നേരിട്ട് ഡയറക്റ്റായിട്ട് ബോൾഡായിട്ട് ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ഇവിടെ ബ്രൂവറി നടത്തണോ വേണ്ടേ, വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം, നടത്തണം, കുഴപ്പമില്ല. കാരണം അതിനകത്ത് താത്വികമായ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. കള്ള് കുടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കള്ള് പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതിൻ്റെ കുടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇവിടെ ഉണ്ടാക്കിയാലും കുടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർമ്മിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാദ്യം തന്നെ CPIയും അതുപോലെ കോൺഗ്രസും BJP എല്ലാവരും അംഗീകരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിന് അഴിമതി ഉണ്ടോ? ആ അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ തുറന്നു കാട്ടുകയും അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള സമരം നടത്തുകയും ചെയ്യുക. 3. വെള്ളം എടുക്കുന്ന കാര്യം, കുടിവെള്ളം മുട്ടിക്കുന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ പോവുക. ഭൂഗർഭജലം എടുക്കുക എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ കമ്പനി തുറക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല. അതാണ് 3ാമത്തെ പ്രശ്നം. 4ാമത്തെ പ്രശ്നം, ഇതിനകത്ത് മലിന വസ്തുക്കൾ ഉണ്ടാകുമോ, മലിനീകരണം വരുമോ? നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെങ്കിൽ മലിനീകരണം ശക്തമായിരിക്കും. ആ മലിനീകരണത്തിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ശാസ്ത്രീയ സംവിധാനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഉണ്ടെങ്കിൽ അനുവദിക്കാം, ഇല്ലെങ്കിൽ ഒക്കെ കെട്ടിപ്പെട്ടി കൊണ്ടുപോടാ എന്ന് പറയാനായിട്ട് ജനങ്ങൾ കഴിയണം, പാർട്ടികൾ കഴിയണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ ടോളിൻ്റെ കാര്യം, അതായത് കിഫ്ബി അനുസരിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ ടോൾ ഏർപ്പെടുത്തുന്നു, വിദേശ സർവകലാശാലകൾ ഇവിടേക്ക് വരുന്നു, ബ്രൂവറിയുടെ വിഷയത്തിൽ വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഘടകകക്ഷികൾ എതിർപ്പ് പറയുമ്പോൾ CPM പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് CPM ആണ്, ഞങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയാണെങ്കിൽ എന്തിനാണ് മറ്റു പാർട്ടികൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? മറ്റ് പാർട്ടികൾ കടിച്ചു തൂങ്ങി നിൽക്കുന്ന, അവർക്ക് അധികാരം വേണം, കസേര വേണം, ജീവിക്കണം, കാശ് വേണം, കാറ് വേണം, ഇതിനൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുക എന്ന് മാത്രമേ മനസ്സിലായി. അപ്പോൾ പൊതുവിൽ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ അകത്ത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് പാർട്ടി ജീർണിക്കുകയല്ലേ ചെയ്യുന്നത്? പാർട്ടി സമ്പൂർണ്ണമായി ജീർണിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാർട്ടിയുടെ നയങ്ങളിൽ വരുന്നതായിട്ടുള്ള വലിയ മാറ്റങ്ങളെന്ന് പറയാം, അത് ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ PSCയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ ലക്ഷക്കണക്കിന് രൂപ ഒറ്റയടിക്ക് കൊടുക്കുന്നു, 7000 രൂപ ശമ്പളമുള്ളവർക്ക് അവരുടെ കുടിശ്ശിക പോലും കൊടുക്കില്ല. ഇത് സമ്പൂർണ്ണമായ വലതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. എന്നിട്ട് അവർ അതിൻ്റെ മുമ്പിലൊരു ബാഡ്ജ് അടിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ആളുകളെ പറ്റിക്കുന്നതിന് യാതൊരു നാണമില്ലാത്ത കുറേ നേതാക്കന്മാർ നടക്കുന്നത്, അതാണ് പ്രശ്നം. ഇനി സാധാരണ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരൊക്കെ ഇത് മനസ്സിലാക്കി വരട്ടെ അല്ലേ? അത് മനസ്സിലാക്കുന്ന, അവർ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.